മലയാള സിനിമയിലെ ബ്രാൻഡ് കഥാപാത്രങ്ങളിൽ ഒന്നാണ് സേതുരാമയ്യ CBI. എൻ സ്വാമിയുടെ തൂലികയിൽ പിറന്ന സേതുരാമയ്യരെ തിരശ്ശീലയിൽ അവതരിപ്പിച്ചത് നമ്മുടെ മമ്മൂട്ടിയായിരുന്നു. 1988-ലാണ് ആദ്യ CBI ചിത്രം റിലീസായത്. 38 വർഷത്തിനിടയിൽ CBI സീരീസിൽ 5 സിനിമകളാണ് പുറത്തിറങ്ങിയത്. ഓരോ തിരക്കഥാകൃത്തും സംവിധായകനും നായകനും ഒന്നിച്ച് ഒരു ഫ്രാഞ്ചൈസിയിലെ 5 സിനിമകളാണ് ഒരുക്കിയത്. മറ്റൊരിടത്തും ഇത്തരമൊരു റെക്കോർഡില്ല. വൻ ഹൈപ്പിൽ ഇറങ്ങിയ 2022 റിലീസായ CBI 5 ദ ബ്രൈഡ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിരുന്നില്ല. ഒട്ടും അപ്ഡേറ്റ് ആകാത്ത തിരക്കഥയാണ് ചിത്രത്തിന് തിരിച്ചടിയായത്. ഇപ്പോഴത്തെ സേതുരാമയ്യർ ആരാം വരവിന് ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച. CBI 6ന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ പുരോഗമിക്കുന്നെന്ന് പല സിനിമാ പേജുകളും റിപ്പോർട്ട് ചെയ്യുന്നു. മുൻ ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകൻ മധുവും തിരക്കഥാകൃത്ത് എൻ സ്വാമിയും ആറാം ഭാഗത്തിൽ ഉണ്ടാകില്ല എന്ന് റിപ്പോർട്ടുകളുണ്ട്. പുതിയ തിരക്കഥയും സംവിധായകരുമാകാം സേതുരാമയ്യരെ റീബൂട്ട് ചെയ്യുന്നതും സിനിമാ പേജ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രീസ്റ്റ്, രേഖാചിത്രം എന്നീ ചിത്രങ്ങൾ ഒരുക്കിയ ജോഫിൻ ഡി തോമസ് ആകും ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. തിരക്കഥാകൃത്തായ മിഥുൻ മാനുവൽ തോമസിന്റെയും രാമു സുനിലിന്റെയും പേരുകളാണ് ഈ ചർച്ചയിൽ ഉയർന്നു കേൾക്കുന്നത്. മമ്മൂട്ടിയുടെ ഫാൻ ബോയ് എന്ന് 2 സിനിമകൾ പേരെടുത്ത സംവിധായകനാണ് ജോഫിൻ തോമസ്. രേഖാചിത്രത്തിൽ ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്ത കേരളത്തിന് പുറത്തും ചർച്ചാ വിഷയമായിരുന്നു. ഇപ്പോഴിതാ ഇഷ്ടനടൻ്റെ ഐക്കോണിക് കഥാപാത്രത്തെ വീണ്ടും തിരശ്ശീലയിലെത്തിക്കാൻ ജോഫിന് സാധിക്കുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്.